കീ ഫോബ് കൊണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ബൂട്ട് ക്ലോസ് ചെയ്യുന്നത് കീ ഫോബ് കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. സിമ്പിൾ, ഓപ്പണായി. പക്ഷേ ഇത് ക്ലോസ് ചെയ്യുന്നത് കീ കൊണ്ട് പറ്റുമോ? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏതായാലും ഞാൻ ഇന്ന് ഈ വാഹനത്തിൻ്റെ കീ കൊണ്ട് എങ്ങനെ ഈ ബൂട്ട് ക്ലോസ് ചെയ്യാമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഏതായാലും ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു വിട്ടു, കാര്യമില്ല. ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തു വിട്ടു, കാര്യമില്ല. പ്രസ് ചെയ്ത് പിടിച്ചു. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഒരു ബീപ്പ് സൗണ്ട് മാത്രം വരുന്നുണ്ട്, ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു. ഇപ്പോഴും കുറേ ബീപ്പ് സൗണ്ട് വന്നു, പക്ഷേ ഒന്നും നടന്നില്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഫീച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ക്ലോസ് ആയി വരുന്നത്. ഞാൻ വിട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിൽ അത് സ്റ്റോപ്പായി. അതായത് എനിക്ക് എത്ര ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഈ ഒരു കീനകത്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കീ ഫോബിൽ തന്നെ എനിക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, നോക്കിക്കോണം. അതിനി ഓപ്പൺ ആകത്തേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഈ കീ ഫോബിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ്. കാരണം ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷേ കീ ഞാൻ ആ ഹോൾഡ് ചെയ്തത് ഞാൻ അതിൽ നിന്ന് കൈ മാറ്റിയപ്പോഴേക്കും അത് മനസ്സിലാക്കിയത് തന്നെ സ്റ്റോപ്പ് ചെയ്യുക, ഒരാളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ തിരിച്ചത് റീ ഓപ്പൺ ചെയ്തു. ഇനി അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. നോക്കിക്കോണം, പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ക്ലോസ് ആയി വരുന്നുണ്ട്. വിട്ടാ തീർന്നു, അവിടെ സ്റ്റോപ്പാണ്. കണ്ടോ, ഞാൻ വിട്ടു, അവിടെ കൊണ്ട് സ്റ്റോപ്പായി. ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, അത് തിരിച്ച് റീ ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളി, നോക്കിക്കോണം. ഇനി ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, ഇപ്പോൾ അത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതെ, ക്ലോസ് ആകുന്നത് വരെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഇവൻ ക്ലോസ് ആവത്തുള്ളൂ. സംഗതി നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ഞാനിത് പ്രസ് ചെയ്ത് പിടിച്ചു, ബൂട്ട് ഓപ്പൺ ആകുന്നു. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരാളിവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരാളിവിടെ നിൽക്കുക, എന്നാൽ വേറൊരാൾ ഓടി വന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്തെന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഒരാളിവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്തോട്ട് ഇതിങ്ങനെ തട്ടി കഴിയുമ്പോൾ സ്റ്റോപ്പാവും, തിരിച്ച് ഓപ്പൺ ആവും. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? അപ്പം സംഗതി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റിലൊന്ന് പറയുക. നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഫീച്ചർ ഇഷ്ടപ്പെട്ടോ? ഹുണ്ടായുടെ ട്യൂസോൺ എന്ന് പറയുന്നൊരു വാഹനത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വാഹനമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ട് ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക.